ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 18ാമത്തെ എപ്പിസോഡാണ്. ഡോക്ടർ സ്റ്റോണിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല കിഡിലൻ എപ്പിസോഡ്സ് തന്നെയാണ്. ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് തന്നേക്ക്. സോ ഞാൻ നിങ്ങളെ പറഞ്ഞു വിശ്വസിക്കാതെ നമുക്ക് നേരെ ഡോക്ടർ സ്റ്റോണിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നമ്മുടെ ഗെൻ പറയുകയാണ്. വരാൻ വേണ്ടി പോവുകയാണ്, സുക്കാട്സ വരാൻ വേണ്ടി പോവുകയാണ്. അവന്റെ ബോഡി ഗെൻ കാണാത്തത് കൊണ്ട് തന്നെ അവൻ ചിലപ്പോൾ ജീവനം ഉണ്ടായിരിക്കും. വില്ലേജിൽ പോയി അവൻ സയൻസ് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ വില്ലേജ് കൈയടക്കേ പറ്റത്തുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നമ്മുടെ കൊഹാക്കും ബാക്കിയുള്ളവരും എല്ലാവരും വളരെയധികം ഷോക്ക് ആവുകയാണ്. നീട്ട് വരാൻ വേണ്ടിയുള്ള അത്ര സ്ട്രോങ് ആണോ അവനെയാണ് പ്ലാൻ എന്ന് നമ്മുടെ ഗെൻ പറയുകയാണ്. കിങ്ഡം ഓഫ് സയൻസിന്റെ ശക്തി കാണിക്കാൻ സമയമായെന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. രാത്രിയാകുകയാണ്. നമ്മുടെ ജീനറയും കൂടെ വില്ലേജിൽ ഗാർഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നും രണ്ടും പറഞ്ഞ് അടി ഉണ്ടാക്കുന്ന സമയത്താണ് കീനറോ തയ്യാറാകാൻ നമ്മുടെ വില്ലേജിലേക്ക് അറ്റാക്ക് വരാൻ വേണ്ടി പോവുകയാണ്. കീനറോ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ സുക്കാട്സൻ ആർമി മുഴുവനായിട്ട് തന്നെ വില്ലേജ് വളഞ്ഞെന്നുള്ള ഒരു കാര്യം. പക്ഷെ വളരെയധികം മോശമായ, ഉറപ്പായിട്ട് നീ ആ ബ്രിഡ്ജ് അങ്ങ് താഴത്തേക്ക് വില്ലേജിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കീനറോ പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കീനറോ അവിടുന്ന് ഓടി പോവുകയാണ്. വളരെയധികം ബുദ്ധിശാലി തന്നെയാണ്. അടുത്ത് നിന്നാൽ നിന്റെ അടുത്തേക്ക് ഓരോ ആൾക്കാരായിട്ട് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതേ സമയത്ത് തന്നെ സുക്കാട്സ ആർമിക്കത്തിലെ ഒരു മെമ്പർ ആണെങ്കിൽ നമ്മുടെ ജീനറോനെ ആക്രമിക്കാൻ വേണ്ടി പോകുമ്പോൾ ജീനറോ വളരെയധികം ഈസിയായിട്ട് തന്നെ അവനെ അടിച്ച് തറയിലിടുകയാണ്. നിന്റെ ആ സ്പിയർ യൂസ് ചെയ്ത് നിനക്ക് ഉറപ്പായിട്ട് അവനെ ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല, കാരണം ഇവൻ വളരെയധികം നല്ലൊരു ഫൈറ്റർ തന്നെയാണ്, അല്ലേ ഈ വില്ലേജിന്റെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ആ മാസ്ക് ഇട്ട ആളും അവന് നമ്മൾ അടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല പ്രശ്നം വേറൊരുത്തനും കൂടെ ഉണ്ട്. ഒരുത്തനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ഹിയൂഗ എന്നാണ് അവന്റെ പേര്. അതുപോലെ തന്നെ അവന് നമ്മുടെ അടുത്തൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. വന്നാൽ നമ്മൾ ഉറപ്പായിട്ട് അവന്റെ അടുത്ത് ഓടിയിരിക്കണം. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് നമ്മുടെ കീനറോ പേടിച്ചോടി വന്നുകൊണ്ടിരിക്കുന്നത്. സമയത്ത് തന്നെ നമ്മുടെ ജീനറോയും ഹ്യൂഗയും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂഗയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അവനിപ്പോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹ്യൂഗയുടെ അടുത്താണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിപ്പോയേ പറ്റത്തുള്ളൂ. ഇത് തന്നെ നമ്മുടെ ജീനറോന്റെ വയറ്റത്തേക്ക് അവൻ സ്പിയർ യൂസ് ചെയ്ത് കുത്തുകയാണ്. ജീനറോ ബ്രിഡ്ജിന് താഴെ വീഴാതെ ഡസ്റ്റ് മിസിൽ പിടിച്ച് നിൽക്കുകയാണ്. അതൊരു നാരോ സ്പിയർ ആണ്, നിനക്ക് ഉറപ്പായിട്ടും അവന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നീ ബ്രിഡ്ജ് കട്ട് ചെയ്യും, നീ എന്റെ കാര്യം നോക്കണ്ട, നീ വില്ലേജിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്ന സമയത്ത് തന്നെ നമ്മുടെ കീനറോയ്ക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ആ ബ്രിഡ്ജ് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വഴിയില്ല, എനിക്ക് ബ്രിഡ്ജ് കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ ഈ ബ്രിഡ്ജ് കട്ട് ചെയ്താൽ ഞാൻ എല്ലാവരെയും രക്ഷിക്കും. എന്നെ കൊണ്ട് അത് പറ്റത്തില്ല, ഞാൻ ബ്രിഡ്ജ് കട്ട് ചെയ്യത്തില്ല. എന്റെ അവിടുന്ന് ഞാൻ ഒരിക്കലും കൊല്ലാൻ വിട്ടിട്ട് ഞാൻ വെറുതെ അങ്ങ് ബ്രിഡ്ജ് കട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കീനറോ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ അപ്പൂപ്പന്റെ ഇരുന്ന ഇരുമ്പ് റോഡ് എടുത്തിട്ട് കുറച്ച് മണ്ണല് നിറച്ചിട്ട് കുറച്ച് ഗൺ പൗഡർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പക്ഷേ ഇത് അവന്മാരെ നല്ല രീതിയിൽ തന്നെ പേടിപ്പിക്കും. മാഗ്മ, നീയല്ലേ ഈ വില്ലേജിൽ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആർമി, ഈ കല്ലെടുത്തിട്ട് നീ അവനെ അടിക്കുക. എന്തിനു വേണ്ടിയാ നിങ്ങളെ സഹായിക്കുന്നത്? തോൽപ്പിച്ചിട്ട് നിനക്കൊരു വില്ലേജ് ചീഫ് ആകണമെങ്കിൽ ഇവിടെ ഒരു വില്ലേജ് വേണ്ടായോ? നമ്മുടെ മാഗ്മ ആണെങ്കിൽ ആ കല്ലെടുത്ത് എറിയുകയാണ്. അന്നേരം തന്നെ അത് വെടിയും വെക്കുകയാണ്. ഇവന്റെ ഈ ഗണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗന്നാണെങ്കിൽ അവരെ എല്ലാവരും പേടിപ്പിച്ച് ഓടിക്കുകയാണ്. അപ്പൊ സേക്കു ജീവനോടുണ്ട് എന്ന് നമ്മുടെ ഹ്യൂഗയ്ക്ക് മനസ്സിലാകുകയാണ്. മെസ്സേജ് നീ അവനോട് ചെന്ന് പറ, സേക്കു ജീവനോടുണ്ടെന്നുള്ള ഒരു കാര്യം. സയൻസ് 10 million% ഗണ്ണുമായിട്ട് ഇവിടെ റെഡി ആയിരിക്കും. നമ്മുടെ ഹ്യൂഗ അവിടെ നിന്ന് പോവുകയാണ്. പോയുടനെ തന്നെ നമ്മുടെ ജീനറോയെ ബാക്കിയുള്ളവരെല്ലാരും പോയി സഹായിക്കുകയാണ്. യൂസ് ചെയ്ത് കാല് മസാജ് ചെയ്താൽ ഉറപ്പായിട്ട് റെഡിയാകും. ജീനറാണെങ്കിൽ വയ്യാഞ്ഞിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരുപാടധികം വയ്യാത്തതോട് തന്നെ അവന് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ജീനറോ ചോദിക്കുവാണ് അവരെപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവരെപ്പോഴാണ് വരുന്നത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ സേക്കു പറയുന്നു. ചെയ്യണമെന്ന് ആലോചിച്ച് സുക്കാട്സിയുടെ ആളുകൾ ടെൻഷൻ അടിക്കുന്ന സമയത്താണ് അറ്റാക്ക് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ട്. ആ ടൈമിൽ നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു സ്ട്രോം വരും. ആ സമയത്ത് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്ട്രോമിലായിരിക്കും അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നെ ഉറപ്പായിട്ടും അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്ട്രോമിലായിരിക്കും അറ്റാക്ക് വരുന്നതെന്ന് നമ്മുടെ സേക്കു പറയാൻ വേണ്ടി പോകുന്ന ഒരു ഫുൾ മൂൺ നൈറ്റിലായിരിക്കും ആ സ്ട്രോം വരുന്നത്. അന്നേരം നമുക്ക് അറ്റാക്ക് ചെയ്യും. ഇതുപോയി നീ സുക്കാട്സിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹ്യൂഗ പറയുകയാണ്. മാസ്കെ, നീ എന്താ പേടിച്ചു പോയോ? എന്താച്ച സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗെന്ന സ്പിയർ എടുത്ത് നോക്കി. സാധനം താര വെച്ചില്ലെങ്കിൽ നിന്നെ ഉറപ്പായിട്ട് ഞാൻ കൊന്നു കളയും. എന്താ ഞാനിവിടെ താര വെച്ച് എനിക്കൊന്നും വേണ്ട. ഹ്യൂഗ വിചാരിക്കുന്നത് വെറുതെ ടൈം കളഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിയും നല്ലത് പെട്ടെന്ന് തന്നെ അവരെ പോയി അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. കിങ്ഡം ഓഫ് സയൻസ് വീണ്ടും ഗ്രോ ആകും എന്ന് നമ്മുടെ ഹ്യൂഗ മനസ്സിൽ വിചാരിക്കുന്നു. ജീനറോ കണ്ണാടി വെക്കാൻ നേരത്ത് നീ വളരെയധികം സ്റ്റൈലിഷ് ആണ് മന്ത്രം എന്ന് പഴയ വില്ലേജ് ചെയ്യുമ്പോൾ മനസ്സിൽ വിചാരിക്കും. നിനക്കും അതുപോലത്തെ ഒരു സാധനം വെച്ചാൽ പോ, എനിക്ക് തല കമത്തേക്കുന്ന ഈ കോടമാണ് എനിക്ക് ഇഷ്ടം. സമയത്ത് തന്നെ നമ്മുടെ കൊഹാക്കു സേക്കുവിനോട് ചോദിക്കുകയാണ് അവരെ എതിർക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ എന്ത് പ്ലാൻ ആണ് ഉള്ളത്? വെപ്പൺ ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. നമ്മുടെ കാസ്കിയോട് എന്തോ ഒരു കാര്യം നമ്മുടെ സേക്കു പറയുന്നുണ്ട്. സമയത്ത് തന്നെ നമ്മുടെ കാസ്കി മൊത്തത്തിൽ തന്നെ പവർ അപ്പ് ആവുകയാണ്. സേക്കുവാണ് വില്ലേജ് ചീഫ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ സേക്കുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സുക്കാട്സിയുടെ ആൾക്കാരെല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെയായിരുന്നു ആ സ്ട്രോമും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ സ്ട്രോം വന്നു. നമുക്കിനി അവന്മാരെ പോയി
അടിച്ചിടാം. സുക്കാർച്ചയുടെ ആൾക്കാരെല്ലാരും ആ വില്ലേജിലേക്ക് പോവുകയാണ്. ബ്രിഡ്ജിലാണെങ്കിൽ നമ്മുടെ സേക്കു ഒരു ബോംബ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും വില്ലേജിലേക്ക് വരുന്ന സമയത്തായിരുന്നു കാറ്റടിച്ചിട്ട് ആ ബോംബിന്റെ തീ അങ്ങ് കെട്ടുപോകുന്നത്. ഇതിനെ നമ്മുടെ സേക്കുനെ അവർ ചിരിച്ചോണ്ട് ആക്രമിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ സേക്കു ചിരിക്കുന്നു. സമയത്ത് എല്ലാവരും സോഡ് എടുത്തിട്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാവരുടെ കയ്യിൽ കട്ടാന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നു. കാരണം ആർമിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ വെപ്പൺസ് കല്ല് മുട്ടുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കട്ടാന യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് തന്നെ കട്ട് ചെയ്യുകയാണ്. വളരെയധികം മാസമായിട്ടുള്ള സുക്കാർച്ച ആർമിയുടെ കയ്യിൽ ഇപ്പൊ വെപ്പൺസ് ഇല്ല. അവരുടെ കയ്യിൽ നല്ല രീതിയിലുള്ള വെപ്പൺസ് ഉണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല എന്ന് അവർ പറയുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ക്രോം ചോദിക്കുന്നു. പർപ്പിൾ കളർ ആകാൻ വേണ്ടി 5000 സെൽഷ്യസിൽ ഹീറ്റ് വേണം. ഇവിടെ തന്നെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്ത് അടിക്കുന്ന സമയത്ത് ഇത് വളരെയധികം സ്ട്രോങ് ആകും. ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കട്ടാനയാണ്. എന്നാലും ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കട്ടാനയല്ല. ഒരുപാടധികം ടാസ്കുകൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കട്ടാന പോലത്തെ ഒരു കട്ടാന നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ കഷ്ടപ്പെട്ടിട്ട് അവർ ആ സോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിലുള്ള സയൻസിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് വളരെയധികം ഷാർപ്പുമാണ്, അതുപോലെ തന്നെ സ്ട്രോങ്ങുമാണ്. കാസ്കി അവരോടൊക്കെ പറയുകയാണ് ഇതിന്റെ ഡിഫറൻസ് തന്നെയാണ് ഇതിന്റെ കീ. ഇതാണ് കട്ടാന. സോഡുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുക്കാർച്ചയുടെ ആർമികളെല്ലാം പേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹ്യൂഗി അവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹ്യൂഗി ആണെങ്കിൽ അവന്റെ സ്പിയർ വളരെയധികം സ്പീഡിൽ ചുറ്റി അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. തടുക്കാൻ വേണ്ടി നമ്മുടെ മാഗ്മേ കീനോയും കൊഹാക്കും കൂടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള വെപ്പണാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊഹാക്കു വായും പൊളന്നിരിക്കുകയാണ്. ഇവനെ തന്നെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് മാഗ്മ, കൊഹാക്കു, കീനോ. വളരെയധികം ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ഒരു ചതിയനായിരുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മൾ 3 പേര് കൂടെ ചേർന്ന് അവനെ അറ്റാക്ക് ചെയ്യണമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ടീമായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് കേൾക്കാതെ നമ്മുടെ മാഗ്മ അവനെ ഒറ്റയ്ക്ക് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഗീനോറോ മെയിൻ ആയിട്ട് പോയി അറ്റാക്ക് ചെയ്തിട്ട് ഞാൻ മറിഞ്ഞിരുന്ന് അറ്റാക്ക് ചെയ്യാം പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മുടെ മാഗ്മ പോയി അവനെ അടിമേടിക്കുന്ന സമയത്ത് തന്നെ അവർ പ്ലാൻ വരി തന്നെ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇത് തന്നെ പ്ലാൻ എല്ലാം കൊളവാക്കി. ഇപ്പൊ നമ്മുടെ കൊഹാക്കു മരിക്കടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു പിയറിന്റെ മുൻവശം തന്നെ ഇല്ലാതായി പോകുന്നത്. എന്ത് പറ്റിയതാ? ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ കെട്ടിയതാണ്. തരത്തിലുള്ള മാജിക് ആണെന്ന് തോന്നുന്നു. നായിന്റെ മോന ഇതെല്ലാം ചെയ്തത്. നാറി, നീ കൂടെ നിന്ന് ചതിക്കുമായിരുന്നു അല്ലേ? യൂക പറയുകയാണ്, എന്ത് ഞാൻ ദ്രോഹം ചെയ്തെന്നോ? അത് തന്നെയാടാ, ഞാൻ തന്നെയാടാ ദ്രോഹം ചെയ്ത് സമയത്തായിരുന്നു നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നത്. ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കുട്ടി ബ്ലേഡ് ആണെങ്കിൽ നമ്മുടെ സ്വീക്കയുടെ കൊടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. തന്നെ ഈ ഡ്യൂട്ടി ഡിറ്റക്റ്റീവ് സ്വീക്ക എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗെന്നിന്റെ ഒരുമാതിരി തരത്തിലുള്ള ഒരു പൂ കാണത്തില്ലേ? സോ ആ പൂ ഫോളോ ചെയ്താണ് നമ്മുടെ സ്വീക്ക പോയി ഗെന്നിനെ നമ്മുടെ സ്വീക്ക കണ്ടുപിടിക്കുകയാണ്. ഗെന്നാണെങ്കിൽ ആദ്യം നമ്മുടെ സ്വീക്കിനെ കാണുന്നെങ്കിലും പെതി അങ്ങ് കാണിക്കുകയാണ്. സോ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്വീക്ക ആണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് എറിഞ്ഞു കൊടുക്കുകയാണ്. അതിനെ കുറിച്ച് നിനക്കറിയാം, സയൻസ് ഒക്കെ അറിയാമെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും ഇത് വളരെയധികം സിമ്പിൾ ആയി. അർത്ഥം കള്ളം എന്നാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗെന്നാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് നമ്മുടെ സേക്കുന് ഇട്ട് കൊടുക്കുകയാണ്. യൂസ് ചെയ്തിട്ട് കിങ്ഡം ഓഫ് സയൻസ് സുക്കാർച്ചയുടെ ആർമിനെ മൊത്തത്തിൽ തന്നെ ഇല്ലാതാക്കി. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സുക്കാർച്ച ആർമിനെ തന്നെ നമ്മുടെ സേക്കു മുഴുവനായിട്ട് തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യ്, ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. സുക്കാർച്ചനെ പോലെ തന്നെ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ എന്ന് നമ്മുടെ ഗെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. സോ പിന്നെ വേറെ ഒരു കാര്യം നിങ്ങളോടൊക്കെ പറഞ്ഞേക്കാം. എന്ന് പറഞ്ഞ ആനിമി സീരീസ് ഞാൻ എത്ര വേഗം തന്നെ വളരെയധികം സ്പീഡിൽ തന്നെ ഇപ്പൊ തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മാത്രമല്ല ഒരുപാടധികം ആൾക്കാർ ഇങ്ങനെ ബ്ലീച്ചിന് വേണ്ടി ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്ലീച്ചുമായിട്ട് തിരിച്ചു വന്നാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ബ്ലീച്ച് മാത്രമല്ല നമ്മുടെ ജോജോയുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്തൊന്ന് പറഞ്ഞേക്കുക. ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ശരിക്കും ടാറ്റ ബൈ അരിഗാത്തോ.